ഇന്നലെ ഒരു വാർത്ത കണ്ടു, മാധ്യമത്തിലാണ് വാർത്ത. അരി 7 തവണ കഴുകരുത്, ഒളുവെടുക്കാൻ ഇത്രയും വെള്ളം എടുക്കരുത്, വിവാദ നിർദ്ദേശങ്ങളുമായി UK സർക്കാർ. സംഗതി ഞാൻ വിചാരിച്ച് ഏതാണ്ട് ഭയങ്കരമായ വിവാദമോ അല്ലെങ്കിൽ വർഗീയതയോ വംശീയതയോ കൊണ്ട് ഏതാണ്ടൊക്കെ ചെയ്തതാണെന്ന്. താഴോട്ട് വായിക്കുമ്പോഴാണ് അറിയുന്നത് UK വിവിധ ഭാഗങ്ങളിൽ വളരെ അതിതീക്ഷ്ണമായ ഉഷ്ണകാലഘട്ടം ഉണ്ടായി. പല പ്രദേശങ്ങളിലും ജലമില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ആ ബുദ്ധിമുട്ടുന്ന വേളയിൽ ഇതൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് സർക്കാർ ഇറക്കിയ ഒരു സർക്കുലറാണ് വലിയ വിവാദമായിരിക്കുന്നത്. ഇത് ഒളുവെടുക്കാനായി വെള്ളം അത്രയും എടുക്കരുത് എന്ന് പറഞ്ഞത് അവിടെ മാത്രമല്ല, കേരളത്തിലടക്കമുള്ള സ്ഥലങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. പ്രവാചകൻ ഏതോ ഒരു സഹാബി, പ്രവാചകൻ്റെ ഒരു അടുത്ത സഹാബി, പ്രത്യേകിച്ച് നബിദിനവുമായി സംസാരിക്കുമ്പോൾ അതുകൂടി പറയാനൊരു അവസരം ഇതുകൊണ്ട് വന്നു എന്നുള്ളതാണ്. ആ സഹാബിയുടെ പേരെനിക്കറിയില്ല. ആ സഹാബി ഒരു ഒഴുകുന്ന നദിയിൽ നിന്ന് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് ഒളുവെടുത്തു. വളരെ ശ്രദ്ധാപൂർവം സൂക്ഷിച്ചാണ് ഒളുവെടുത്തത്, അംഗശുദ്ധി വരുത്തി, വളരെ കുറച്ച വെള്ളത്തിൽ. എന്നിട്ട് ബാക്കി വെള്ളം വീണ്ടും ആ നദിയിൽ ഒഴുക്കി. ആരോ സംശയം ചോദിച്ചപ്പോൾ പറഞ്ഞത്രേ, ഈ പറയുന്ന ജലം ഞാൻ പാഴാക്കിയാൽ അതിനെക്കുറിച്ച് നാളെ എൻ്റെ പടച്ചവൻ എന്നോട് ചോദിക്കുമെന്ന്. അത്രമേൽ സൂക്ഷിച്ചാണ് വെള്ളം ഉപയോഗിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ്, പ്രപഞ്ചത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് ഈ വെള്ളമെന്ന് പറയുന്നത്. അത് ധാരാളം ഉള്ളപ്പോൾ അതിൻ്റെ പ്രയാസം നമ്മൾ അറിയുന്നില്ല. അതിൻ്റെ അളവ് കുറഞ്ഞാൽ അതിനൊരു പരിഹാരമില്ലാത്ത വസ്തുവുമാണ് വെള്ളം. പല സ്ഥലങ്ങളിലും നമുക്കറിയാം, ഒരു മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന രാജ്യങ്ങളും നാടുകളുമുണ്ട്. വലിയ പ്രതിസന്ധിയാണ് അതില്ലെങ്കിൽ ഉണ്ടാവുക. നമ്മുടെ നാട്ടിലൊക്കെ ഈ യഥാർത്ഥത്തിൽ വസുവാസിൻ്റെ അങ്ങേ അറ്റമാണ് നമ്മുടെ പള്ളികളിലൊക്കെ. എന്ന് പറഞ്ഞാൽ പുറത്തൊന്ന് കഴുകും, അകത്തൊന്ന് കഴുകും, ഉള്ളിൽ കയറി ഒന്ന് കഴുകും, വീണ്ടും സംശയം ഉണ്ടെങ്കിൽ 3 പ്രാവശ്യവും കൂടെ കഴുകും. എന്നിട്ട് ഇപ്പം പണ്ട് ഹൗൽ ഉപയോഗിക്കുമ്പോൾ അതിൽ വെള്ളം അവിടെ തന്നെ കാണും, കുറച്ച് വെള്ളമൊക്കെ താഴോട്ട് പോവുള്ളായിരുന്നു. ഇപ്പം നമ്മളതിൽ കുറച്ചുകൂടി ആധുനികവൽക്കരിക്കപ്പെടുകയും ആരോഗ്യവൽക്കരിക്കപ്പെടുകയും ചെയ്തപ്പോൾ പൈപ്പാണ് ഉപയോഗിക്കുന്നത്. ഈ പൈപ്പിൽ നമ്മൾ കൈ കഴുകി, മുഖം കഴുകി, ഇതൊക്കെ കഴുകുമ്പോഴും പൈപ്പിൽ നിന്ന് വെള്ളം ഇങ്ങനെ ചീറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. അത് അല്പം തുറന്ന് എടുത്തിട്ട് അടയ്ക്കാറില്ല, അല്ലെങ്കിൽ കുറച്ച് സ്പീഡ് കുറച്ച് എടുത്ത് ഉപയോഗിക്കാറില്ല. വെച്ചടിയോടടിയാണ്. അത് യഥാർത്ഥത്തിൽ UK സർക്കാർ സർക്കുലർ ഇറക്കിയില്ലെങ്കിൽ പോലും ഓരോ വിശ്വാസികളും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അത് എന്തെങ്കിലും ഒരു സംഗതി അങ്ങ് ധാരാളമായി ഉള്ളതുകൊണ്ട് ആ ധാരാളിത്തത്തോടെ അത് വാരിക്കളയണം എന്ന് ഇസ്ലാം കൽപ്പിക്കുന്നില്ല. അത് വളരെ ശ്രദ്ധയോടെ മിനിമം രീതിയിലേ ഉപയോഗിക്കാവൂ എന്നതാണ്. അതുതന്നെ എനിക്ക് എൻ്റെ മനസ്സിലാക്കൽ 1 തവണ ചെയ്യലാണ് ഫർള്, 3 തവണ ചെയ്യൽ കുറച്ചുകൂടി സൂക്ഷ്മമായ സുന്നത്താണ്. എന്ന് വെച്ചാൽ ഇനി ഏറ്റവും പ്രതിസന്ധി സമയത്ത് വളരെ കുറച്ച് വെള്ളമേ ഉള്ളെങ്കിൽ 1 തവണ അംഗശുദ്ധി വരുത്തുന്നതോടുകൂടി അത് നിർബന്ധം പൂർത്തിയാവുന്നതാണ്. 3 തവണ ചെയ്യൽ ഒരു പ്രവാചക ചര്യ എന്നുള്ള നിലയിൽ കുറച്ചുകൂടി സൂക്ഷ്മമായ രീതിയിൽ ചെയ്യുന്നതാണ്. ഇത് 3 തവണ ചെയ്യുമ്പോൾ തന്നെ 30 തവണ ചെയ്യത്തക്ക നിലയിലുള്ള വെള്ളമാണ് പാഴാക്കി കളയുന്നത്. ഏതായാലും സർക്കാർ അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തില്ലെങ്കിൽ പോലും ആ കാലത്തിൻ്റെ ആവശ്യം തിരിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കി ജീവിക്കേണ്ടവരാണ് അവിടെയുള്ള വിശ്വാസികൾ. പിന്നെ ഇത് പുറത്തുവിട്ട മാധ്യമത്തോട്, ഓൺലൈൻ മാധ്യമത്തോട് പറയാനുള്ളത്, ഇതിലൊരു വിവാദവും ഇല്ല. ഇത് വാദം തന്നെയാണ്, ഇത് അനിവാര്യമാണ്, ഇത് നീതിയാണ്. യഥാർത്ഥത്തിൽ തന്നെ ടൈറ്റിൽ കൊടുക്കേണ്ടത് UK സർക്കാരിൻ്റെ നീതിപൂർവമായ നടപടി എന്നാണ്.